നമുക്കൊന്ന് കണ്ണുകളടച്ച് കൈകൾ യാനാവറം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും എനിക്കുള്ളവയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഭവനത്തെയും എന്റെ ഭവനത്തിലുള്ള എല്ലാത്തിനെയും ഞാൻ അങ്ങേക്ക് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബജീവിതത്തിലെ ചിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയത് ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ കുടുംബജീവിതത്തെ കാണുവാനായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, ഇത് ഈശോയുടെ ആ ഉടമ്പടി ബന്ധത്തെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുന്നത് വാസ്തവ വിവാഹ ബന്ധമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ മണവാട്ടിമാരാണ് നമ്മൾ. അവിടെ നമ്മളെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. ആ ജീവിത പങ്കാളിയോട് എങ്ങനെയാണ് യേശു ഇടപെട്ടത് എന്നതാണ് നമ്മൾ ബൈബിളിൽ മുഴുവനും വായിക്കുന്നത്. കുടുംബജീവിതത്തിൻ്റെ മോഡല് അതാണ്. അവിടെ കുടുംബജീവിതത്തിന് പിന്നിലുള്ളത് ഇതാ ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ ബേസിസാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യയുടെ സ്ഥാനത്ത്, ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഈശോയെ തന്നെ കാണാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതിൽ കുറഞ്ഞത് കണ്ടാലേ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നത്. യഥാർത്ഥ മണവാളന്റെ സ്ഥാനത്ത് ഈശോ ഇതാ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തുമാത്രം യഥാർത്ഥ മണവാളനെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് പ്രകാശിപ്പിക്കാൻ കഴിയും? അതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരി എനിക്ക് ഫോണിൽ കൂടെ എന്നോട് വിളിച്ചു ചോദിച്ചു, അച്ഛാ, കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ ജീവിതത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അപ്പം ഞാൻ ഫോണിൽ കൂടെയുള്ള ചോദ്യമാണ്. അപ്പോൾ ഒന്നോ രണ്ടോ വാചകത്തിലേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അവളോട് പറഞ്ഞതാണ്, യഥാർത്ഥ മണവാളൻ എന്ന് പറയുന്ന ഈശോയാണ്. ആ ഈശോ എന്ന മണവാളന് വേണ്ടി നീ ഒന്ന് ഒരുങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ഒരുക്കത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു നിമിഷത്തിൽ ഈശോ ഇതാ ഒരു വ്യക്തിയെ ഈശോ തൻ്റെ ഒരു പ്രതീകമായി നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഈ വ്യക്തിയെ നീ ഞാനായി കണ്ട് സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഒരു സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു ഭർത്താവിനെ നിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ഈശോ പറയും, ഇതാ നീ ഞാനായി കണ്ട് ഇവരെ അങ്ങ് സ്നേഹിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതൊരു ഉടമ്പടി ബന്ധമായതുകൊണ്ട് ഈ ബന്ധത്തിനൊപ്പം വയ്ക്കാനായിട്ട് ദൈവമനുഷ്യ ബന്ധമല്ലാതെ വേറെ ബന്ധമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബന്ധത്തിൻ്റെ ഒപ്പം വേറെ ഒരു ബന്ധവും കൊണ്ടുവരാൻ പാടില്ല. ഈ ഭാര്യയും ഭർത്താവും അവർ വിവാഹമെന്ന ദമ്പതിമാർ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം നിരയിലേക്ക് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ബന്ധം ഇതാണ്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒപ്പം മാതാപിതാക്കന്മാരുമായുള്ള ബന്ധമോ മക്കളുമായുള്ള ബന്ധമോ കൂട്ടുകാരുമായുള്ള ബന്ധമോ വയ്ക്കാൻ പാടില്ല. കാരണം എന്ത് കഴിഞ്ഞാൽ ആ ബന്ധം വിവാഹ ബന്ധമാകുകയില്ല. ഹല്ലേലൂയ. അതിനൊപ്പം വയ്ക്കാൻ വേറെ ഒരു ബന്ധമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, പല കുടുംബങ്ങളും കുട്ടികളെ ഓറിയൻറ്റ് ചെയ്തുള്ള കുടുംബങ്ങളാണ്. വീട്ടിൽ ഒന്നോ രണ്ടോ കൊച്ചുകൾ കാണും. അവരെ ഓറിയൻറ്റ് ചെയ്താണ് കുടുംബം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ മത്സരിച്ച് കൊച്ചിനെ സ്നേഹിക്കുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ മത്സരിച്ച് കൊച്ചിനെ സ്നേഹിക്കുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും മത്സരിച്ച് കൊച്ചിനെ സ്നേഹിക്കുന്നു. കൊച്ച് കുറേ കഴിയുമ്പം അപ്പനെ കയറി അപ്പാന്ന് വിളിക്കുന്നു,
ഭാര്യയും കയറി വിളിക്കുന്നു അപ്പാന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ കൊച്ച് അമ്മേനും കയറി അമ്മയെന്ന് വിളിക്കും, ഭർത്താവും കയറി വിളിക്കും, അമ്മയെന്ന് വിളിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അപ്പനും അമ്മയും ആകുന്നുള്ളത് ശരിയാണ്. പക്ഷേ നിലനിൽക്കുക എന്നത്, ഒന്നാം സ്ഥാനം നിൽക്കുന്നത്, ഒന്നാമതായി നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമാണ്. ഇതാണ് ഉടമ്പടി ബന്ധം. ഈ ബന്ധത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്നും ഭാര്യയും ഭർത്താവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നിങ്ങൾ രണ്ടുപേരായിട്ട് ഇതാ ഒരു ജീവിതം തുടങ്ങി വെച്ചു. കുട്ടികളെ അതിനിടയിൽ നിങ്ങൾക്കുണ്ടാകുന്നു. കുറച്ച് കഴിയുമ്പോൾ പിള്ളേരുടെ പാട്ടിൽ പോകും. പിന്നെയും നിങ്ങൾ രണ്ടുപേരെ കാണുകയുള്ളൂ. കാരണം ഈ ഒരു ബന്ധമാണ് മരണം വരെ നിൽക്കുന്ന ബന്ധം. പിള്ളേരിലല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ബന്ധത്തിൻ്റെ നോക്കി വേണം കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ. ഹല്ലേലൂയ എന്നുള്ള ചില പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പല മനഃശാസ്ത്രജ്ഞന്മാരെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണും, മാതാപിതാക്കന്മാർ കുട്ടികളോട് കണ്ണുപിടിച്ച് കാണിച്ചു, അവരെ തല്ലി, അതുകൊണ്ട് അവർക്ക് അപകർഷതയുണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി, ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ പിള്ളേരോട് എങ്ങനെ പെരുമാറുന്നു, അതൊന്നും പിള്ളേരെ ഏക്കുകയില്ല. ഏക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഒരു ചെറിയ വിടവ് പോലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു ബന്ധമാണ് പ്രധാനപ്പെട്ടത്. കുഞ്ഞുങ്ങൾ ശരിയായി വരണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തുക. അതല്ലാതെ അപ്പൻ അങ്ങനെ നോക്കി, അമ്മ ഇങ്ങനെ നോക്കി, അപ്പൻ വഴക്ക് പറഞ്ഞു, അതുകൊണ്ട് കൊച്ചിന് അങ്ങനെ വന്നു, എന്ത് വന്നു, ഇതിനേക്കാൾ കൂടുതൽ ഒലക്കി കടി കെട്ടി വളർന്ന പിള്ളേരുണ്ട്, ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ തന്നെ എത്രയോ പേര് ചിലപ്പോൾ മാതാക്കന്മാർ വഴക്കോ തല്ലോ കിട്ടി വളർന്നവരുണ്ട്. എന്നിട്ട് എന്നാ പറ്റി? പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനേക്കാൾ ഇരട്ടി സ്നേഹം കൊടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നോക്കുക. വെറും സ്വാർത്ഥരായിട്ടുള്ള കുറെ കുട്ടികൾ വളർന്നു വരുന്നു. അല്ലാതെ എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വീട്ടിലും പിള്ളേർ ഇതുള്ളൂ. അപ്പനും അമ്മയും മാറി മാറി സ്നേഹിക്കുകയാണ്. എന്നെ സ്നേഹമാണോ കൂടുതൽ, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അമ്മ, അതിനേക്കാൾ കൂടുതൽ അപ്പൻ, മത്സരിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ഒന്നാം തരം സെൽഫിഷ് ടൈപ്പ് ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് വേറെ ഒരു കാര്യമില്ല, അവരുടെ കാര്യം നടക്കുക എന്നുള്ളതല്ലാതെ ഒരിക്കലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാര്യം. ഹല്ലേലൂയ. 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 ഒന്നാം സ്ഥാനം നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിലാണ് ഈ ഒരു കുടുംബജീവിതം. ഇതാണ് ഈശോ. ഇത് ഒരിക്കലും പിരിയാത്തൊരു ബന്ധമാണ്. ഈ ബന്ധമാണ് നിലനിൽക്കേണ്ടത്. ഈ ബന്ധത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നവയെ ബോധപൂർവം കണ്ട് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. അത് എന്തു തന്നെയായാലും ശരി, ഈ ബന്ധത്തിനൊപ്പം വയ്ക്കാൻ വേറൊന്നും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഈ ബന്ധത്തിന്റെ പരിപോഷണത്തിന് ആവശ്യമായ ഘടകങ്ങളെ വിവേചനയോടുകൂടി നോക്കിക്കണ്ട് നമ്മളതിനെ ക്രമീകരിക്കുന്നതിലാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ വിജയവും അനുഗ്രഹവും അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ വിചാരിക്കും സമ്പത്ത് കുറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുമെന്ന്. സമ്പത്ത് കുറെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ നമ്മളത് ആലോചിച്ച് നോക്കുക, കുടുംബത്തിലൊരു സന്തോഷവുമില്ല. അതിന് പകരം കുറേ സമ്പത്തുണ്ടായതുകൊണ്ട് എന്താ ഗുണമുള്ളത്? എനിക്കറിയാവുന്ന ഒരു കുടുംബം, ഭർത്താവ് വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഭാര്യ ഒരു ഡോക്ടറാണ്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞ ശേഷം രണ്ടുപേരും ഓരോ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും. എന്തിനു വേണ്ടി? ആദ്യത്തെ കുട്ടി 18 വയസ്സായപ്പോൾ, 2 പെൺപിള്ളേരാണ് ഉള്ളത്, 18 വയസ്സായപ്പോൾ അത് മെൻ്റലായി. രണ്ടാമത്തെ കുട്ടിയും ഇതുപോലെ തന്നെ മെൻ്റൽ, 2 മെൻ്റൽ പേഷ്യൻ്റ്. അപ്പനും അമ്മയും വലിയ ബുദ്ധിജീവികൾ, വീട്ടിലോ 2 മെൻ്റൽ പേഷ്യൻസ്. ഇവരെന്ത് നേടി? കുറച്ച് നാൾക്ക് മുമ്പ് ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ 1001 പോലും സമ്പത്തില്ലാത്തവരും 1001 പോലും വിദ്യാഭ്യാസമില്ലാത്ത സാധാരണ വീടുകളിൽ കുട്ടികൾ ആനന്ദത്തോടെയും സന്തോഷത്തോടെയും ഓടി നടക്കുമ്പം ഞങ്ങളുടെ വീട് ഒരു സെമിത്തേരി പോലെ. 2 മന്ദബുദ്ധികൾ, 2 മാനസിക രോഗികൾ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മത്സരം കൊണ്ട് എന്ത് നേടി? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള ഏത് ചെറിയ വഴക്കുകൾ പോലും അത് കുഞ്ഞുങ്ങളെ ബാധിക്കും, അവരുടെ വളർച്ചയെ ബാധിക്കും, അവരുടെ സ്വഭാവത്തെ ബാധിക്കും.
എല്ലാത്തിനെയും ബാധിക്കും. അത് പാടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഈ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിന് ഒരു കാരണം പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലും അവരുടെ നേച്ചറിലുമൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നല്ലതാണ്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വിഷമത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് അതൊക്കെ മറന്ന് മുന്നോട്ട് നീങ്ങാനായിട്ടാണ്. മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്. ഒരു അരുചികരമായ കാര്യം ഉണ്ടായാൽ എങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ ആണ് അവരെല്ലാവരും ആഗ്രഹിക്കുക. മറക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറക്കാൻ എളുപ്പം പുരുഷന്മാർക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീകൾ സാധാരണ മറക്കാറേ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുരുഷന്മാർക്കാണ് പലപ്പോഴും മറക്കാനായിട്ട് എളുപ്പം. കുറച്ച് നാളുകൾക്ക് മുമ്പേ വിവാഹം കഴിഞ്ഞ് 30 വർഷമായ ദമ്പതിമാർ, അപ്പോൾ അതിൽ കുടുംബനാഥൻ എന്നോട് വന്ന് പറഞ്ഞു, 2 ദിവസത്തിന് മുമ്പ് ഭാര്യയായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ ഭാര്യ 29 വർഷം പഴക്കമുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞു. അയാൾ ഞെട്ടിപ്പോയി. ദൈവമേ, 29 കൊല്ലമായിട്ട് ഇത് ഇപ്പോഴും ഇവിടെ തലയിൽ തന്നെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ തന്നെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കി നോക്ക്. പ്രൈസ് ദി ലോർഡ്. അവർ പഴയ കാര്യങ്ങൾ പറയും. ചിലർ പറയുമ്പോൾ അവർ ഇച്ചിരി മാന്യതമായ രീതി ഉപയോഗിക്കും. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും പഴയ കാര്യങ്ങളൊക്കെ പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ തലച്ചോറിൻ്റെ ഇടതും വലതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞൊരു ടണലുണ്ട്. അത് ഒരാൺകുട്ടി പിറക്കുമ്പോൾ ആ ടണൽ ചുരുങ്ങുന്നു. അതുകൊണ്ട് തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു വശം അതായിരിക്കും സജീവമായിട്ട് ആണുങ്ങളിൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പുരുഷന്മാർക്ക് മറക്കാൻ കുറേ എളുപ്പമാണ്. എങ്ങനെയാണ് പുരുഷന്മാർ സാധാരണ മറക്കുന്നത്? അവരതിന് ജോലിയിൽ ഏർപ്പെട്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടായാൽ അവരുടനെ അവിടെ നിന്ന് പോയി ഒന്ന് മാറി ക്ലബ്ബിൽ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ കൂടെ മറക്കാൻ കഴിയും. ഒരു പുരുഷന് ജോലി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വരുമാനമില്ല എന്നതിന് അപ്പുറത്തോട്ട് കടന്നിട്ട് അവരുടെ ജീവിതത്തിൽ കുറേയേറെ ടെൻഷൻ അവസരം ഒഴിവാക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു വശം അതിനുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലച്ചോറിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അതുകൊണ്ട് ഏതൊരു ജോലി ചെയ്തുകൊണ്ടൊന്നും അവർക്ക് മറക്കാൻ പറ്റിയില്ല. ജോലി ചെയ്തു അല്ലെങ്കിൽ അവിടുന്ന് സ്ഥലത്തുനിന്ന് മാറി നിന്നു ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യും? അവർക്കൊരൊറ്റ മാർഗമേ ഉള്ളൂ കൈകാര്യം ചെയ്യാനായിട്ട്. അവർ സ്നേഹിക്കുന്ന ആളുകളോട് അത് ഷെയർ ചെയ്യുക. ഈ ഒരൊറ്റ മാർഗമേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ മനസ്സിലെ വിഷമതകളും പ്രയാസങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ മാർഗമേ അവർക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കുടുംബനാഥൻ എത്ര നല്ല വിശുദ്ധനാണെന്ന് പറഞ്ഞാലും എത്ര നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാലും അയാൾ കുടുംബത്തിൽ ഭാര്യയെ കേൾക്കുവാൻ ബോധപൂർവം സമയം അനുവദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അയാളുടെ കുടുംബജീവിതം ഒരു നരകമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരണം ഷെയർ ചെയ്യാതെ നാളുകളായി അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ കാര്യങ്ങളാണ്, അതാണ് പുറത്തു വരുന്നത്. അപ്പം അതുകൊണ്ട് ഭാര്യയെ കേൾക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ കുടുംബം സമാധാനപൂർണ്ണമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് എല്ലാ പുരുഷന്മാർക്കും അറിയാം, ഭാര്യയെ കേൾക്കേണ്ടതാണ്. ഇതറിയാൻ പാടില്ലാത്തവരാരുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും ഭാര്യയെ കേൾക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നത് ഭാര്യയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബോറടി ഭൂമിയിലില്ല അതെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതെന്താ ഭാര്യയെ കേൾക്കുക എന്നത് ഇത്രയും വലിയൊരു ബോറടിയാണെന്ന് പറയാനുള്ള കാരണം
സ്ത്രീകൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അവരൊരു കാര്യം പറഞ്ഞ് തുടങ്ങുന്നു, പിന്നെ പറയുന്നത് അതുമായിട്ടൊരു ബന്ധവും ഇല്ല. പ്രീസലമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതൊന്നും അല്ലാത്ത വേറൊരു കാരണം പറഞ്ഞായിരിക്കും, വേറൊരു കാര്യം പറഞ്ഞായിരിക്കും അവസാനിപ്പിക്കുക. വീട്ടിലെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞ് ഇത്തിരി കഴിയുമ്പോൾ അവർ പാകിസ്ഥാൻ പ്രസിഡന്റിനെ കുറിച്ച് പറയും. ആണുങ്ങൾ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കും, ഇപ്പോൾ എന്താ ഈ പറയണത്? പ്രീസലമാണ് കുറച്ച് നേരം കേട്ട് കഴിയുമ്പോൾ അവർക്ക് കേൾക്കാൻ പിന്നെ തോന്നിയാല. അപ്പോൾ അവർ പറയും, നിനക്ക് എന്താ വേണ്ടത്, നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രീസലമാണ് അപ്പോൾ അവൾ ആദ്യം പറഞ്ഞു കൊടുത്ത് വീണ്ടും പറയാൻ തുടങ്ങും. പ്രീസലമാണ് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്ത്രീകളെ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അവർ പറയുന്നതിന് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലയോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം നരകമാകാതിരിക്കണമെങ്കിൽ ഭാര്യയെ കേട്ടേ പറ്റുകയുള്ളൂ. പ്ലീസ് റോൺ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാര്യയെ കേൾക്കുന്നതിനുള്ള മറ്റൊരു തടസ്സം പറയുന്നത്, സ്ത്രീകൾ പറയുന്ന പല കാര്യങ്ങളുടെയും സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ഭർത്താവിനില്ല. ഇപ്പം നമ്മളെപ്പോഴും ആണുങ്ങൾ അങ്ങനെയാണ്, ഒരു കാര്യം പരിഹരിക്കുന്നത് എങ്ങനെയാണ്, അതിന് സൊല്യൂഷൻ കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതിന് ഒരു പ്രത്യേകിച്ചൊരു സൊല്യൂഷൻ കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കേൾക്കാതിരിക്കാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. ഒരു കേൾക്കുകയല്ല. കാര്യം ഞാനിപ്പോൾ ഇതിനെന്താ മറുപടി കൊടുക്കാനുള്ളത്? പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക, അവർ അവരുടെ പ്രയാസങ്ങളും വിഷമതകളും തുറന്ന് പറഞ്ഞാണ് അവർക്ക് ആശ്വാസം കിട്ടുക. വേറെ ആരോട് അവർ പറയുക? അതുകൊണ്ട് അവരെ കേൾക്കാൻ തയ്യാറാകുക. സൊല്യൂഷൻ അല്ല അവരാഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് സൊല്യൂഷൻ ഇല്ലെങ്കിലും ഭാര്യയെ കേട്ടേ പറ്റുകയുള്ളൂ. പ്രൈസ് ലോർഡ്. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ പറയുന്നതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അത് ചിലർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റും. ഒരു കാര്യത്തിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യ എന്തെങ്കിലും പറയുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് ചിലർ മെന്റൽ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ആ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ പറയുന്നതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ആണുങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷേ അവരെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ലോർഡ്. ഞാൻ എപ്പോഴും അതിനൊരു ഒരു സംഭവം എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അത് കൂടുതൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കലും ഒരു സഹോദരി ഭർത്താവുമായി പിണങ്ങി ഡിവൈനിൽ വന്നു. 2 വർഷം അവൾ അവിടെ നിന്നു. അപ്പോൾ അതിനിടയിൽ അയാളുടെ വികാരിയച്ഛൻ ഈ ഭർത്താവിനെ കണ്ട് സംസാരിച്ച് ഒരു ധ്യാനത്തിന് പറഞ്ഞു അയച്ചു. അപ്പോൾ ധ്യാനം കൂടി പുള്ളി കുടി നിർത്തി. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ അയാളെ കണ്ട് വേറൊരു ധ്യാനത്തിന് പറഞ്ഞയച്ചു. ആ ധ്യാനത്തിലൂടെ അയാൾ എല്ലാ ദിവസവും പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു നല്ലൊരു വ്യത്യാസം അയാൾ കണ്ടു. അപ്പോൾ അച്ഛൻ പയ്യെ ഒരു ലെറ്ററൊക്കെ കൊടുത്ത് അയാളെ ഡിവൈനിലേക്ക് പറഞ്ഞയച്ചു. പുള്ളി ഒരു ധ്യാനവും കൂടിയ ശേഷം ഇയാളെ എഴുത്തുകൊണ്ടുവന്ന് എന്നെ തന്നു. അപ്പോൾ എഴുത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇവളുടെ ഭാര്യ നിങ്ങളുടെ ധ്യാനമന്ദിരത്തിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇരു കൂട്ടരെയും കേട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുത്ത് വാങ്ങിച്ച് ഇയാളെയും കൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ പോയി. ഭാര്യയോടെ ഉണ്ടല്ലോ, ഉടനെ തന്നെ വിളിപ്പിച്ചു, വന്നു, ഇരുന്നു, ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തി. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ വിവാഹം കഴിച്ച കാലം മുതലുള്ള കാര്യങ്ങളെല്ലാം അവളങ്ങോട്ട് എണ്ണിപ്പെറുക്കി പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ചിന്ത, ഇങ്ങനെയൊക്കെയാണ് ഇവളോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ എങ്ങനെ ഇവളോട് ഇയാളുടെ കൂട്ടത്തിൽ പോകാൻ പറയും? അങ്ങനെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ കുറ്റവാളിയായില്ലേ? അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിനിടയിൽ ഇവള് പറയേണ്ടതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഭർത്താവ് ഒന്നും മിണ്ടുന്നുമില്ല. ഇനി പറയേണ്ടത് ഞാൻ മാത്രമാണ്. എനിക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നുമില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പം പെട്ടെന്ന് ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞു, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ അവളോട് തന്നെ ചോദിച്ചു. ഉടനെ ആ സ്ത്രീ പറയുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, കല്യാണം കഴിച്ചു പോയില്ലേ, അതുകൊണ്ട് ഞാൻ അയാളുടെ കൂട്ടത്തിൽ പോവുക എന്ന് പറഞ്ഞു. നോക്കട്ടെ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവിടെ കിടന്ന് ഒരു പരിഹാരത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് ആലോചിക്കുകയാണ്. സൊല്യൂഷൻ ഇതാ അവൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്ന വാചകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീയെ അവളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയത്തക്കവണ്ണം അവൾ സ്നേഹിക്കുന്ന തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയുന്നത് വഴി അവളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക്
അവൾ തന്നെ ഉത്തരം കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഇനി തീരുമാനിക്കുക, ഭാര്യയെ കേൾക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് പറയുന്ന, അവളിങ്ങനെ ഷെയർ ചെയ്യുന്നത് വഴി അവൾ ഫ്രീ ആകുകയാണ്. ഭാര്യ ഫ്രീ ആകുന്നത് നല്ലതാണ്. കാരണം ആ പ്രയാസങ്ങളെല്ലാം മനസ്സിൽ കടന്നിട്ട് പ്രവൃത്തി പദത്തിലേക്ക് വരും. അവൾ ഷെയർ ചെയ്യുകയാണെങ്കിലോ ഒരിക്കലും അത് പ്രവൃത്തി പദത്തിലുണ്ടാകില്ല. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഭാര്യയെ കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ഷെയർ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിട്ട് അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കെട്ടടങ്ങി കിടന്നിട്ട് എന്തെങ്കിലും ചില ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും ഇവരങ്ങൾ പൊട്ടിത്തെറിക്കുക. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായി തോന്നിയതൊക്കെ അവർ വിളിച്ചു പറയും. അപ്പോൾ അത് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ ഗ്രാമറും ഭാഷയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ശരിക്ക് ഉള്ളിൽ കടാരി കൊണ്ട് കുത്തുന്ന പോലെ തോന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു മീനിങ് ഒന്നും അതിലില്ല. അപ്പോൾ അതുകൊണ്ട് ചില പുരുഷന്മാർ ഇങ്ങനെ എടുക്കും, ഭാര്യ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ പറഞ്ഞത് എനിക്കെതിരായിട്ടല്ലേ, എൻ്റെ വീട്ടുകാർക്കെതിരായിട്ടല്ലേ, എൻ്റെ വീട്ടുകാർ ശരിയല്ലെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുക. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഭാര്യ ഇങ്ങനെ വ്യാഖ്യാനിക്കുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ലേ അർത്ഥം. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനം ഒരു പൈശാചികമാണ്. കുടുംബ ജീവിതത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊരിക്കലും നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത്. എന്ന് പറഞ്ഞാൽ അത് എനിക്കെതിരായിട്ടാണ്, അങ്ങനെ എടുക്കരുത് ഒരു കാര്യവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അപകടകരമാണ്, അത് പൈശാചികമാണ്, സാത്താൻ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണത്. അത് പേഴ്സണലായിട്ട് എടുക്കുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? അതിനൊരർത്ഥവും ഇല്ല. ഹല്ലേലൂയ. അതിനർത്ഥം ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ ഉണ്ടായ മനസ്സിൻ്റെ മുറിവും വേദനയും മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിനപ്പുറത്തോട്ട് അതിനൊരു മീനിങ് ഇല്ല. നമ്മളത് ഫീലിങ്സ് ആണ്, നമ്മളതിനെ വ്യാഖ്യാനിക്കരുത്. അവരുടെ മനസ്സിന് അത്രയും ആഴത്തിലുള്ള മുറിവുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ എടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ മാറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മീനിങ് അതിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും എല്ലാ ഞായറാഴ്ചയും രണ്ടുപേരും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകും. ഒരു സ്ഥിരമായിട്ടുള്ള പരിപാടി. ഒരു 2 ഞായറാഴ്ച അടുപ്പിച്ച് പോകാൻ പറ്റിയില്ല. വീട്ടിൽ പല കാരണങ്ങളുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. ആ 2ാമത് ഞായറാഴ്ച കഴിഞ്ഞുള്ള തിങ്കളാഴ്ച ദിവസം ഇവരുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. ഭർത്താവ് അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് എന്തോ വായിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഇവർ ഉറക്കെ പറയുന്നത് കൊണ്ട് ഭർത്താവ് സ്വരം ശ്രദ്ധിക്കുന്നുണ്ട്, സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരി ഇവളോട് ചോദിച്ചു, ഇപ്പോൾ ഷോപ്പിംഗ് ഒന്നും ഇല്ലേ? ഉടനെ അവൾ പറയുക, ഷോപ്പിങ്ങിന് പോയ കാലം തന്നെ മറന്നുപോയെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇവൾ ഇതുപോലെ നുണ പറയുന്നവളാണോ? പ്രൈസ് ദി ലോർഡ്. ആകെപ്പാടെ 2 ആഴ്ച പോകാതിരുന്നുള്ളൂ. അതിന് അവൾ പറയാം, ഷോപ്പിങ്ങിന് പോയ കാലം തന്നെ മറന്നുപോയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ വാച്യാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയേ തോന്നുകയുള്ളൂ. പക്ഷേ അതിനൊരു മീനിങ് ഉണ്ട്. അത് ആ ഭർത്താവ് എടുത്ത മീനിങ് അല്ല അതിന് മീനിങ്. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകാത്തതുകൊണ്ട് അല്ലാത്തൊരു മടിപ്പായി കഴിഞ്ഞു എന്നൊരർത്ഥമുള്ളൂ. അതിൽ കവിഞ്ഞാൽ അർത്ഥമില്ല. പക്ഷെ ഒരു വാച്യാർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഇവള് പറയണ നുണയ്ക്ക് ഒരു കണക്കുമില്ലല്ലോ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭർത്താവ് പലപ്പോഴും ഭാര്യയോട് എല്ലാ കാര്യം ചോദിച്ചൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ അത്യാവശ്യം വന്നിട്ട് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾക്കാരും അത് വളരെ വിഷമതയായി. ഉടനെ അവളങ്ങോട്ട് തട്ടി കയറി, നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടി നിന്നോട് ഞാൻ ഇന്ന് വരെ ചോദിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഉടനെ ഭാര്യ, നിങ്ങൾ ഇന്ന് വരെ എന്ത് കാര്യം ചോദിച്ചിട്ടുണ്ട് നോക്കണേ. അപ്പോൾ വാക്കുകൾ പെട്ടെന്ന് തെറിപ്പിച്ച് ദൂരം കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്ന് വരെ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഒറ്റയടി ഇങ്ങോട്ട് അടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയായിരിക്കും ആ പടം ഒരു കാര്യം ചോദിക്കാതെ പോയിട്ടുള്ളത്. പക്ഷെ അവള് പറയുന്നത്, നിങ്ങൾ ഇന്ന് വരെ ഒരു കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ഭാഷ അത് കുടുംബജീവിതത്തിന്റെ അകത്ത് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. അത് നിങ്ങളുടെ ബന്ധത്തിന്റെ അകത്തുള്ള ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മളൊരു ഇന്റലക്ച്വൽ വേയിലിരുന്നു കൊണ്ട് അതൊക്കെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാ കുടുംബജീവിതത്തെ ഇങ്ങനെ മാറ്റി മാറ്റി സാത്താൻ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ പേഴ്സണലായിട്ട് എടുക്കരുത്.
അത് വളരെ ആവശ്യമായൊരു കാര്യമാണ്. എന്തിനാണ് നിങ്ങളുടെ ഇടയിൽ തർക്കം? എന്തിനാണ് നമ്മൾ തർക്കിക്കുന്നത്? എന്തിനാണ്? ഇതിൻ്റെ ആവശ്യം എന്താ? എന്ത് തർക്കം? ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കുടുംബജീവിതം പൊളിച്ചു കളയണമെന്ന്? ഏതെങ്കിലും ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ ഇത് പൊളിച്ചു കളയണമെന്ന്? വിവാഹം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഭാര്യയും ഭർത്താവും ഇത് തല്ലിപ്പൊളിച്ച് കഴിയുമ്പോഴത്തെ അടിച്ചു പൊളിക്കണം എന്ന് ഏതെങ്കിലും ഭാര്യയും ഭർത്താവ് ചിന്തിക്കുകയോ? ഇല്ല. പിന്നെ അവരെല്ലാം ഇതിന് വളർത്തിക്കൊണ്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ കൺസെപ്റ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം കാണും. ഈ കുടുംബജീവിതം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള, ഇതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ലക്ഷ്യചിന്തയിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയാം. ഉദ്ദേശം ഇത് വിജയിപ്പിക്കുക എന്നതാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ സംസാരത്തെ കാണുക. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.